ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നിങ്ങൾ എന്താ പറയുക, ചാപ്റ്റർ എടുത്തിരുന്നപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഇതൊക്കെ നിങ്ങൾ കാണാണ്ട് പഠിക്കണം കേട്ടോ, ശരിയല്ല. കുറച്ചൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ട്രിഗ്നോമെട്രിയിൽ ഈ ഇക്വേഷൻസ് ഒക്കെ ഓർമ്മയില്ലേ? സൈൻ തീറ്റ എന്താണ്? ഇപ്പോൾ ഒരു ട്രയാങ്കിൾ വരച്ചു നോക്കിയാൽ, ഓക്കെ, ഇത് തീറ്റയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഇതിലായിരിക്കാം, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയി എടുക്കുന്ന സൈഡ്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. ഇത് ഇതിന് അഡ്ജസൻ്റ് ആയി എടുക്കുന്ന സൈഡാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ അഡ്ജസൻ്റ് സൈഡ്. ഓക്കെ, ഇത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഒരു തീറ്റ എവിടെ മാർക്ക് ചെയ്താലും നമുക്ക് മനസ്സിലാക്കണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ മാറും. ഇപ്പോൾ ഈ ട്രയാങ്കിൾ ഇങ്ങനെയായിരുന്നു നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ തീറ്റ ഇവിടെ മാർക്ക് ചെയ്ത് നോക്കാം. ഇപ്പം എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. ഇതിൻ്റെ അഡ്ജസൻ്റ് സൈഡ് എന്ന് വെച്ചാൽ ഇതായിരിക്കും. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ ഇതായിരിക്കും. എപ്പോഴും ഈ ഒരു സ്റ്റെപ്പ് മറക്കരുത്. തീറ്റ എവിടെ കിടക്കുന്നു എന്നതിലിരിക്കും ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും. ഓക്കെ, സോ സൈൻ തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നേ? നമ്മൾ പഠിച്ചിരുന്നു. സൈൻ തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഓരോന്ന് എഴുതി വെക്കാം. സൈൻ തീറ്റ എന്തായിരുന്നു? സൈൻ തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതായത് ഇതായിരിക്കും ഓപ്പോസിറ്റ് സൈഡ്, ഇതായിരിക്കും ഹൈപ്പോട്ടന്യൂസ്. അതേപോലെ കോസ് തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? കോസ് തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതായത് അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതേപോലെ ടാൻ തീറ്റ പഠിച്ചിരുന്നു. ടാൻ തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് സൈഡാണ്. ഓക്കെ, ടാൻ തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് സൈഡാണ്. അതുപോലെ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് വേറൊരു കാര്യം പറയാൻ പറ്റും, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയാനും പറ്റും. ഓക്കെ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ചെയ്താലും നിങ്ങൾക്ക് ടാൻ തീറ്റ കിട്ടുക. അത് ഓർമ്മയിലുണ്ടായിരിക്കണം. ഇതേപോലെ നമുക്ക് വരുന്ന ബാക്കി സാധനങ്ങളായിരുന്നു എന്ത്? കൊസീക്ക്, സീക്ക്, കോട്ട്. കൊസീക്ക് തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ തീറ്റേനെ തലതിരിച്ചിടുന്നതാണ്. ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. കണ്ടോ, ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇതേപോലെ സീക്ക് തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ് തീറ്റേനെ തലതിരിച്ചിടുന്നതാണ്. അതായത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് സൈഡ്. ഇതേപോലെ കോട്ട് തീറ്റയുണ്ട്, ടാൻ തീറ്റേനെ തലതിരിച്ചിടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ മനസ്സിലാക്കി വയ്ക്കുക. കൊസീക്ക് തീറ്റ ഡിവൈഡഡ് ബൈ സീക്ക് തീറ്റ നിങ്ങൾക്ക് എന്താ കിട്ടുക? കോട്ട് തീറ്റ എന്ന് കിട്ടുക. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, ഇതൊന്നും കാണാണ്ട് പഠിക്കണ്ട. ബേസിക്കലി ഈ 3 ഇക്വേഷൻസ് പഠിക്കുക, സൈൻ, കോസ്, ടാൻ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് തനിയെ പഠിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ എന്താ പറയുക, ഇത് നമ്മൾ പറഞ്ഞില്ലേ, സൈൻ തീറ്റേനെ തലതിരിച്ചിടുന്നതാണ് കൊസീക്ക് തീറ്റ. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ 1/2 ആണെന്ന് വയ്ക്കാം. അപ്പോൾ കൊസീക്ക് തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 2/1 അല്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾ സൈൻ തീറ്റ ഇൻറ്റു കൊസീക്ക് തീറ്റ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1/2 ഇൻറ്റു 2/1 കിട്ടും. ഈ 2ഉം 2ഉം കട്ട് ചെയ്തിട്ട് നമുക്ക് 1 കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സൈൻ തീറ്റ ഇൻറ്റു കൊസീക്ക് തീറ്റ 1 ആയിരിക്കും. അതേപോലെ കോസ് തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ 1 ആയിരിക്കും. അതേപോലെ ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ 1 ആയിരിക്കും. കാരണം ഇതൊക്കെ ഇതിൻ്റെ തലതിരിച്ചിട്ടുള്ളതാണ്, ഇതിൻ്റെ ഇൻവേഴ്സാണ്. ടാൻ തീറ്റയുടെ ഇൻവേഴ്സാണ് കോട്ട് തീറ്റ, കോസ് തീറ്റയുടെ ഇൻവേഴ്സാണ് സീക്ക് തീറ്റ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇപ്പം നമ്മൾ പഠിച്ചില്ലേ, ടാൻ തീറ്റ എന്താണെന്ന് പഠിച്ചു, കോട്ട് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, കോട്ട് തീറ്റേനെ നമുക്ക് കൊസീക്ക് തീറ്റ ബൈ സീക്ക് തീറ്റ എന്ന് എഴുതാൻ പറ്റും. അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ സൈൻ തീറ്റേനെ 1/cosec എന്ന് എഴുതാം, കോസ് തീറ്റേനെ 1/sec എന്ന് എഴുതാം, ടാൻ തീറ്റേനെ 1/cot എന്ന് എഴുതാൻ പറ്റും. പിന്നെ ഈ 3 ഐഡൻറ്റിറ്റീസ് നിങ്ങൾ എന്തായാലും പഠിക്കണം. സൈൻ സ്ക്വയർ തീറ്റ അത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1, കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ = 1, അതേപോലെ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ = 1. ഇത് നിങ്ങൾ വളരെ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. 10th തൊട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. 10th 9th തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ് നമുക്ക്. ഓക്കെ, പിന്നെ ഇക്കൊല്ലം നമ്മൾ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയ തൊട്ടിട്ടാണ്. ഓക്കെ, അതായത് ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് പഠിക്കാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല. അതായത്
സൈൻ ഓഫ് മൈനസ് തീറ്റ. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈൻ ഓഫ് -30 വരും. ഓക്കെ, സൈൻ ഓഫ് -30°. ഇതെന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയില്ല. ഈ നെഗറ്റീവിനെ പുറത്തേക്ക് എടുക്കണോ ഉള്ളിലേക്ക് എടുക്കണോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എഴുതുന്നത്. ഇതിനു വേണ്ടി സൈൻ ഓഫ് -തീറ്റ, പിന്നെ നമുക്ക് എഴുതാനുള്ളത് കോസ് ഓഫ് -തീറ്റ, ടാൻ ഓഫ് -തീറ്റ, പിന്നെ കൊസീക്ക് ഓഫ് -തീറ്റ, സീക്ക് ഓഫ് -തീറ്റ, അതേപോലെ കോട്ട് ഓഫ് -തീറ്റ. ഓക്കെ, ഇതിലാകെ മനസ്സിലാക്കേണ്ടത് ഈ കോസിനും അതിൻ്റെ റെസിപ്രോക്കലായി എടുക്കുന്ന ആരാണ്? സീക്കും. ഇതിന് മാത്രമേ ഈ പറയുന്ന നെഗറ്റീവിനെ വിഴുങ്ങാനുള്ള കഴിവുള്ളൂ. സോ ഈ കോസ് ഈ നെഗറ്റീവിനെ കളയും, തിന്ന് കളയും. സോ നമുക്ക് കോസ് ഓഫ് -തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. അതേപോലെ അതിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള സീക്കും ഇതിനെ വിഴുങ്ങാൻ പറ്റും. സോ നമുക്ക് ഡയറക്റ്റ്ലി സീക്ക് തീറ്റ എന്ന് എഴുതാൻ പറ്റും. ബാക്കി എല്ലാവരും ഈ നെഗറ്റീവിനെ എടുത്ത് പുറത്തേക്ക് ഇടും. ഓക്കെ, നെഗറ്റീവ് സൈൻ തീറ്റ, നെഗറ്റീവ് ടാൻ തീറ്റ, അതേപോലെ നെഗറ്റീവ് കൊസീക്ക് തീറ്റ, അതേപോലെ നെഗറ്റീവ് കോട്ട് തീറ്റ. ഓക്കെ, എല്ലാം പുറത്തേക്ക് ഇടും. ഇത് രണ്ടിനും മാത്രം ആ ഒരു കഴിവുള്ളൂ. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ട ഒരു സംഭവമാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ. അതായത് സൈൻ 90 മൈനസ് തീറ്റ, അതേപോലെ സൈൻ 90 പ്ലസ് തീറ്റ. ഇത് നിങ്ങൾക്ക് ബേസിക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതൊന്നും കാണാണ്ട് പഠിക്കേണ്ട. ഇതെങ്ങനെ പഠിക്കാൻ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു. ഓക്കെ, ഇതെങ്ങനെ പഠിക്കാം? ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. നമുക്ക് 4 ക്വാഡ്രൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് 4 ക്വാഡ്രൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ അകത്ത് എല്ലാം പോസിറ്റീവാണ്. അതായത് സൈന്, കോസ്, ടാൻ, സീക്ക്, കോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും അതിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള കൊസീക്കും പോസിറ്റീവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ASTC എന്നാണ് പഠിക്കാറ്. ഓക്കെ, ഇവിടെ ഓൾ ആർ പോസിറ്റീവ്. ഇവിടെ സൈനും അതിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള കൊസീക്കും പോസിറ്റീവാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും അതിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള കോട്ടും പോസിറ്റീവാണ്. ഓക്കെ, ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസും അതിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള സീക്കും പോസിറ്റീവാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം. പിന്നെ ഒരു ക്വാഡ്രൻറ്റ് എപ്പോഴും തുടങ്ങാം 0 ഡിഗ്രി എന്നാണ്. ഓക്കെ, 0 ഡിഗ്രിയിൽ നിന്ന് പോയി ഇത് കറങ്ങി ഇവിടെ എത്തി. അപ്പോൾ 90 ഡിഗ്രി, പിന്നെ കറങ്ങി ഇവിടെ എത്തി. അപ്പോൾ 180 ഡിഗ്രി, പിന്നെ കറങ്ങി ഇവിടെ എത്തി. 270 ഡിഗ്രി, പിന്നെയും കറങ്ങി ഇവിടെ എത്തി. അപ്പോൾ 360 ഡിഗ്രി, മൊത്തം ഒരു റെവല്യൂഷനായി. ഇതിങ്ങനെ പിന്നെയും കറങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെ. ഓക്കെ, നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഇത് കറങ്ങുക. ഇവിടെ നിന്ന് ഇങ്ങനെയല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഇത് കറങ്ങുക. പിന്നെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം പറഞ്ഞിരുന്നു നമ്മൾ. 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി ഇങ്ങനെ എഴുതി പോവാം. 9 ടേബിൾ എഴുതി പോവാം. 9, 118, 27, 36, 45, 54 ഇങ്ങനെ എഴുതി പോവാം. എന്നിട്ട് 90, 270, 450 എന്നൊക്കെ പറയുന്ന ആംഗിൾസ് അതൊക്കെ ഇൻ ബിറ്റ്വീനിൽ വരുന്നതല്ലേ. ഇപ്പം 90, പിന്നെ കറങ്ങി ഇവിടെ എത്തി 270, പിന്നെ കറങ്ങി ഇവിടെ എത്തി 450 ഇങ്ങനെ കറങ്ങി പോവാണ് കംപ്ലീറ്റ്ലി. ഇത് 180, പിന്നെ കറങ്ങി 360 ഇങ്ങനെ വരുന്ന സ്ഥലത്തൊന്നും ചേഞ്ച് ഉണ്ടാവില്ല. കണ്ടോ, ഈ 180, 360, 540 എന്നൊക്കെ പറയുന്നത് ഒരു പകുതി, ഹാഫ് കംപ്ലീറ്റഡ് ആണ്. 180യുടെ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, 180യുടെ മൾട്ടിപ്പിൾസിൽ എന്ത് വരില്ല? ചേഞ്ച് വരില്ല. അതായത് എന്ത് ചേഞ്ച് വരില്ല എന്ന് നമ്മൾ പഠിച്ചത്? സൈൻ കോസ് ആവും, ടാൻ കോട്ടാവും, സീക്ക് കൊസീക്കാവും. ഇത് പഠിച്ചു വയ്ക്കാം. 90, 270, 450 എന്നൊക്കെ പറയുന്ന കേസിൽ ചേഞ്ച് വരും. ഓക്കെ, ചേഞ്ച് വരും. എന്ത് ചേഞ്ച് വരും? സൈന് കോസ് ആവും. ഓക്കെ, സൈൻ കോസ് പഠിക്കാൻ എളുപ്പമല്ലേ. ടാൻ കോട്ടാവും. പിന്നെ ബാക്കി രണ്ടുള്ള ആൾക്കാരാണ് സീക്കും കൊസീക്കും. അപ്പോൾ അത് എഴുതി വയ്ക്കാം. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെയ്ത് നോക്കാം? ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഹലോ, എന്താടാ? ഹലോ,
എന്താണ് ഫജിറെ? ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം നമുക്ക് ഇതിൻ്റെ അകത്ത്. ഒരു ഫസ്റ്റത്തെ എക്സാമ്പിൾ എടുത്ത് നോക്കാം നമുക്ക്. ഓക്കെ, സൈൻ 90 മൈനസ് തീറ്റ ഇതെങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, സൈൻ 90 മൈനസ് തീറ്റ ആദ്യം ആലോചിക്കുക. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? 90 ആണ് തന്നിട്ടുള്ളത്. 90 വരുമ്പോൾ നമുക്ക് എന്താ ആലോചിക്കണ്ടേ? ചേഞ്ച് വരുമോ ചേഞ്ച് വരില്ലേ? നമ്മളെന്താ പഠിച്ചത്? 90 വരുമ്പോൾ 90 270 ചേഞ്ച് വരും. എന്ത് ചേഞ്ച് വരും? അതിനാണ് ഇത് പഠിച്ചത്. സൈൻ എന്താവും? കോസ് ആവും. ടാൻ ആണെങ്കിൽ അത് കോട്ടാവും. യെസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ചേഞ്ച് വരുന്നു പഠിച്ചു. അപ്പോൾ സൈൻ 90 വന്നപ്പോൾ ചേഞ്ച് ആയി. എന്തെഴുതും? നേരെ കോസ് 90 എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇനി ചെക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ സൈൻ പ്ലസ് ആണോ നെഗറ്റീവ് ആണോ അത് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഇത് പഠിച്ചത്. ഓക്കെ, ഈ ക്വാഡ്രന്റ് പഠിച്ചത്. ആദ്യം പറഞ്ഞ പോലെ നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 90 മൈനസ് തീറ്റ. അപ്പോൾ 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ എവിടെ വരും? ഇതാണ് നമ്മളുടെ 90 ഡിഗ്രി. ഓക്കെ, ഇത് 90 ഡിഗ്രിന് പ്ലസ് ആവാന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകും, മൈനസ് ആവാന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകും അല്ലേ? 90 കുറയ്ക്കാന്ന് വെച്ചാൽ ഈ ഭാഗത്തേക്കല്ല പോവുക. 90 + 10 എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല പോവുക, അതായത് 100 ഡിഗ്രി. ഇപ്പം 90ന്ന് 1 ഡിഗ്രി കുറച്ചു, അപ്പോൾ എന്തായിരിക്കും? നമുക്ക് 80 ഡിഗ്രി കിട്ടി. അത് ഇപ്പുറത്തല്ലായിരിക്കുക, ഫസ്റ്റ് ക്വാഡ്രന്റിലല്ലായിരിക്കുക. അങ്ങനെ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 90 മൈനസ് തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിൻ്റെ വാല്യൂ ഡയറക്റ്റ്ലി എന്തെഴുതാൻ പറ്റും? കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഇതെന്താണ് മായത്ത്? ഓക്കെ, അത് മായുന്നില്ല. ഓക്കെ, ഓക്കെ, നമുക്ക് ഇതിൻ്റെ വില ഡയറക്റ്റ്ലി കോസ് 90 എന്ന് കിട്ടി. ഇതുപോലെ വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം നമുക്ക്. സൈൻ 180 + തീറ്റ എടുത്ത് നോക്കാം. ഓക്കെ, സൈൻ 180 + തീറ്റ എന്താ ചെയ്യുക? 180 + തീറ്റ എന്ന് വെച്ചാൽ ആദ്യം തന്നെ ആലോചിക്കുക. സൈൻ 180 ആണ്. ചേഞ്ച് വരുമോ ചേഞ്ച് വരില്ലേ? 180 എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആണ്, ചേഞ്ച് വരില്ല. സോ ഡയറക്റ്റ്ലി സൈൻ തീറ്റ എഴുതാൻ പറ്റും. ഇനി നോക്കുക, മേലെ പ്ലസ് ആണോ നെഗറ്റീവ് ആണോ എഴുതേണ്ടത്. അതിന് വേണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് പോവുക. 180 + തീറ്റ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 180 + തീറ്റ എന്ന് വെച്ചാൽ തേർഡ് ക്വാഡ്രന്റ് വരും. തേർഡ് ക്വാഡ്രന്റിൽ ആരോഗ്യ പോസിറ്റീവ്? ടാനും കോട്ടും പോസിറ്റീവ്. ഓക്കെ, നമുക്ക് കിട്ടുന്നത് ആരാ? നമ്മുടെ ക്വസ്റ്റ്യനിൽ സൈനാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ നേരെ നെഗറ്റീവ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതേപോലെ വേറെ എക്സാമ്പിൾ എടുത്ത് നോക്കാം നമുക്ക്. കോസ് 90 + തീറ്റ. ഓക്കെ, ഇത് കൂടി ചെയ്യാം നമുക്ക്. ബാക്കി നിങ്ങൾ പഠിച്ചോ. കോസ് 90 + തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ നോക്കുക, ഇവിടെ തന്നിട്ടുള്ളത് 90 ആണ്. 90 വരുമ്പോൾ എന്താ ആലോചിക്കണം? നേരെ ചേഞ്ച് ആവും. കോസ് ആണെങ്കിൽ സൈൻ ആയിരിക്കും. നേരെ നിങ്ങൾ സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനി ഇവിടെ പ്ലസ് ആണോ നെഗറ്റീവ് ആണോ ഇടേണ്ടതെന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നേരെ ഈ ഏരിയയിലേക്ക് പോവുക. ഇവിടെ പോയിട്ട് ചെക്ക് ചെയ്യുക. 90 + തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വരും? തീറ്റ എന്ന് വെച്ചാൽ 90ന് പ്ലസ് ആയി, അതായത് സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരോഗ്യ പോസിറ്റീവ്? സൈനും കൊസീക്കും. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ കോസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയത് അല്ല നോക്കണ്ടേ, ക്വസ്റ്റ്യൻ ആണ് നോക്കണ്ടേ. നിങ്ങൾ ക്വസ്റ്റ്യനിൽ കോസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് എന്ന് എഴുതിക്കാം. ഓക്കെ, ഇത്രയുള്ള പരിപാടി. എല്ലാ ക്വസ്റ്റ്യനും ഇതേപോലെ ചെയ്യാൻ പറ്റും നമുക്ക്. ഇതുപോലെ ഈ സംഭവം നിങ്ങൾ പഠിക്കുക. ഇതും ഞാൻ പറഞ്ഞു തരണമൊന്നുമില്ല, ടേബിളാണ് സാധാരണ പോലെ പഠിക്കുക. ഇത് പഠിക്കാൻ മെത്തേഡ് ഓർമ്മയുണ്ടല്ലോ. 0 1/2 1/√2 √3/2 1 0. ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതിൻ്റെ തലതിരിച്ചെഴുതുന്നതാണ് ഇങ്ങോട്ട് എഴുതുക. ഇവിടെ നിന്ന് 1 √3/2 എന്ന് പറയുന്നത് തലതിരിച്ചെഴുതുക. ഇവിടെ നിന്ന് 1 √3/2 1/√2
1/2 ഇവിടുന്ന് തലതിരിച്ച് എഴുതുന്നതാണിത്. ഓക്കെ, അതേപോലെ ഇതിന് രണ്ടിനെയും കൂടിയിട്ട് ഇതിനെ രണ്ടിനെയും കൂടി ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് ഈ വാല്യൂ. ഓക്കെ, ഇതേ ഡിവൈഡഡ് ബൈ ഇത് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ വാല്യൂ. ഓക്കെ, അതേപോലെ ഇതിനെ തലതിരിച്ചെഴുതുന്നതാണ് ഇത്, ഇതിനെ തലതിരിച്ചെഴുതുന്നതാണ് ഇത്, ഇതിനെ തലതിരിച്ചെഴുതുന്നതാണ് ഇത്. ഓക്കെ, അതേപോലെ ഇത് പഠിച്ചു വയ്ക്കുക. 1/1/∞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 ആണ്. അതേപോലെ 1/0 എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി അല്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. പിന്നെ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇതൊന്നും പഠിക്കാണ്ട് ഒരു വഴിയില്ല. sin 2θ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ. sin 2θ എന്ന് വെച്ചാൽ 2 sin θ cos θ. അതേപോലെ cos 2θ = cos square θ - sin square θ. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇതെന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ ഇത് രണ്ടും എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് കുഴപ്പമില്ല, ഇത് നിങ്ങൾ വിട്ടേക്ക്. cos 2θ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ cos square θ - sin square θ പഠിക്കുക. 2 cos square θ - 1 പഠിക്കുക. 1 - 2 sin square θ പഠിക്കുക. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ tan 2θ പഠിക്കാം. ഓക്കെ, ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അതൊന്നും ചോദിക്കാറില്ല നിങ്ങൾക്ക് അധികം. പഠിക്കണം, പക്ഷേ ഇപ്പോൾ ഇനീഷ്യലി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ എല്ലാം പഠിച്ചു വയ്ക്കാം. ഇതൊക്കെ എന്തായാലും പഠിക്കണം. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോറായിട്ട് പറഞ്ഞിട്ടുള്ള ഏരിയാസ്. ഓക്കെ, ഈ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ sin x + y പഠിക്കുക. sin x + y എന്ന് വെച്ചാൽ sin x cos y + cos x ആണ്. ഞാൻ പഠിക്കാനുള്ള മെത്തേഡ്സ് ഒന്നും പറഞ്ഞു തരില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പഠിച്ചോളൂ. ഓക്കെ, അതുപോലെ tan x + tan y പഠിക്കുക. tan x - tan y പഠിക്കുക. ഓക്കെ, ഇതെല്ലാത്തിൻ്റെയും ഉണ്ട്. ഇത് sin x + y, അതേപോലെ sin x - y, ഇതേപോലെ cos x + y, cos x - y, ഇതുപോലെ തന്നെ ടാനിൻ്റെയും x + y യും x - y. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇതാണ് sin of x + sin y. ഓക്കെ, sin x + sin y ഇതും പഠിക്കുക. ഇത് സൈനിൻ്റെ ആണ്, ഇത് കോസിൻ്റെ ആണ്. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം പ്രോബ്ലംസ് എന്താ പഠിക്കാനുള്ളത് നോക്കാം. സോറി, ഓക്കെ, നിങ്ങൾക്ക് ഇത് കുറേ വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫോക്കസ് ഏരിയ ആണ്. നോക്കി നോക്കൂ കേട്ടോ. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് അതർ 5 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. sin x = 3/5. നിങ്ങൾക്ക് അതുപോലെ തന്നിട്ടുണ്ട് x lies in the second quadrant എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനെ നേരെ മനസ്സിലാക്കുക. എന്താ തന്നിട്ടുള്ളത്? sin x എന്ന് പറഞ്ഞൊരു വാല്യൂ വന്നിട്ടുണ്ട്, 3/5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഈ എക്സ് എവിടെയെങ്കിലും കൊണ്ടുപോയി മാർക്ക് ചെയ്യാം. ഓക്കെ, എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്നിനും ഇവിടെ മാർക്ക് ചെയ്യുക, അല്ലാന്ന് വെച്ചാൽ ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ എക്സ് എന്നാക്കി കൊടുത്തു. ഓക്കെ, നമുക്ക് എന്താ അറിയാം? sin x = ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് എന്നറിയാം. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 3/5 ആണ് തന്നിട്ടുള്ളത്. sin x = 3/5 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ മാർക്ക് ചെയ്യാം, ഇത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 3 നമുക്ക് ഇവിടെ കിട്ടി, 5 നമ്മൾ ഇവിടെ എഴുതി, ഓപ്പോസിറ്റ് സൈഡിലും എഴുതി, ഹൈപ്പോട്ടന്യൂസിലും കൊണ്ടുപോയിട്ട് വാല്യൂസ് എഴുതി. ഈ 4ൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലം അറിയില്ല, നമുക്ക് കണ്ടുപിടിക്കണം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ അകത്ത് 2 സൈഡ് കിട്ടിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. എന്നിട്ട് അടുത്ത സൈഡ് കണ്ടുപിടിക്കാം. അതായത് 5² അതായത് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. അങ്ങനെ എഴുതാറ് നമ്മൾ പൈതഗോറസ് തിയറം. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ = മറ്റേ 2 സൈഡിൻ്റെയും സ്ക്വയർ. ഓക്കെ, ഇത് നമുക്ക് അറിയില്ല. നമ്മളതിന് എക്സ്ന്നോ വൈന്നോ കൊണ്ട് കൊടുത്തു, y² എന്ന് കൊണ്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y² = 5² - 3² എന്ന് കിട്ടി. അപ്പോൾ y = √5² - 3² എന്ന് കിട്ടും. അതായത് √25 - 9 നിങ്ങൾക്ക് √16 കിട്ടും. അതിൻ്റെ വാല്യൂ 6 എന്ന് കൊണ്ട് കിട്ടും. 6 അല്ല, 4 എന്ന് കൊണ്ട് കിട്ടും. ഓക്കെ, അതാണ് നമ്മളോട് കിട്ടിയത്. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി വൈൻ്റെ വാല്യൂ 4 എന്ന് കിട്ടി. ഇപ്പോൾ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കംപ്ലീറ്റ് ആയി. നമുക്ക് എല്ലാ സൈഡിൻ്റെയും വാല്യൂസ് അറിയാം. നമുക്ക് 4 കിട്ടി, 4, 3, 4, 5 കിട്ടി. ഇനി നമുക്ക് എല്ലാം കണ്ടുപിടിച്ചൂടെ? ഈ ഒരു ട്രയാംഗിളിൽ നിന്ന് നിങ്ങളെടുത്ത്
ക്വസ്റ്റ്യൻ നോക്കുക, ഫൈൻഡ് ദ അതർ 5 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. നിങ്ങൾക്ക് സൈൻ മാത്രമേ തന്നിട്ടുള്ളൂ. കോസ്, സീക്ക്, ടാൻ, കോട്ട്, കൊസീക്ക്, ഇതാണ് കാണാൻ പറ്റുള്ളത്. അപ്പോൾ ആദ്യമേ സൈൻ തന്നിട്ടുണ്ട്, നേരെ കോസ് എഴുതി വയ്ക്കാം. ഓക്കെ, കോസ് അതിനെ കാണാം. കോസ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നേരെ അഡ്ജസൻറ്റ് സൈഡ് എടുക്കാം, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നിങ്ങൾക്ക് 4/5 കിട്ടി. ഈ നെഗറ്റീവ് സൈൻ ഇപ്പം ഇടണ്ട കേട്ടോ, നിങ്ങൾ ഇപ്പം ഇടണ്ട, ലാസ്റ്റ് ഇടാം നമുക്ക്. ഓക്കെ, ഇങ്ങനെ എഴുതി പോവാം. നിങ്ങൾക്ക് 4/5 കിട്ടി. ഇതുപോലെ അടുത്തത് എടുക്കാം, ടാൻ എക്സ്. ടാൻ എക്സ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. നിങ്ങൾക്ക് 3/4 കിട്ടി. ഇനി നിങ്ങൾക്ക് കാണാനുള്ളത് കോട്ടും കൊസീക്കും സീക്കും ആണ്. ഇത് കാണാൻ വളരെ എളുപ്പമാണ്. എന്താ ചെയ്യുക, ടാനിനെ തലതിരിച്ച് എഴുതാം. നിങ്ങൾക്കിവിടെ 3/5 വില കിട്ടിയത്, അതിനെ തലതിരിച്ചിട്ട് 4/3 എഴുതാം. ഇതേപോലെ കൊസീക്ക് എഴുതണം. കൊസീക്ക് എഴുതണമെങ്കിൽ നേരെ പോയിട്ട് സൈനെ തലതിരിച്ച് എഴുതാം. സൈൻ തീറ്റ നിങ്ങൾക്ക് ഇവിടെ അറിയാം 3/5, അതിനെ തലതിരിച്ച് എഴുതിയിട്ട് 5/3 എന്ന് എഴുതി. ഇതേപോലെ നിങ്ങൾക്ക് സീക്ക് എഴുതണം. സീക്ക് എഴുതണമെങ്കിൽ നേരെ പോയിട്ട് കോസിനെ തലതിരിച്ച് എഴുതാം, 5/4 എന്ന് കിട്ടി. നമുക്കിവിടെ 4/5 കിട്ടിയാണ്, തലതിരിച്ചിട്ട് 5/4 എന്ന് കിട്ടി. ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ അകത്ത് സൈനാണ്. എവിടെ നെഗറ്റീവ് ഇടണം, എവിടെ പോസിറ്റീവ് ഇടണം, അതുകൂടി ഇട്ടാൽ ഈ പ്രോബ്ലം കഴിഞ്ഞു. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരെ പോയി നോക്കാം. അതിനാണ് ഈ ഒരു പോർഷൻ തന്നിട്ടുള്ളത്. എക്സ് ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ, എക്സ് രണ്ടാമത്തെ ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും ASTC. ഓക്കെ, അതായത് ഇവിടെ സൈനും അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും ഇത് മാത്രമാണ് പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അപ്പം നേരെ പോയിട്ട് സൈനിന് പോസിറ്റീവ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ആരമായിട്ടുള്ള കൊസീക്ക് അല്ലേ, കൊസീക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. കൊസീക്കിനും പോസിറ്റീവ് ഇട്ട് കൊടുക്കാം, ബാക്കി എല്ലാത്തിനും നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിന് നെഗറ്റീവ് ഇട്ട് കൊടുക്കാം, ടാനിന് നെഗറ്റീവ് ഇട്ട് കൊടുക്കാം, അതേപോലെ കോട്ടിനും നെഗറ്റീവ് ഇട്ട് കൊടുക്കാം, അതേപോലെ സീക്കിനും നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. ഇത്രയുള്ള പരിപാടി. ഇത് ക്ലിയർ അല്ല എല്ലാവർക്കും? സംശയമാണെങ്കിൽ ചോദിക്കും. ഓക്കെ, സംശയമാണെങ്കിൽ ചോദിച്ചോട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് ഇതേപോലെ തന്നെ സിമിലർലി ഒരു പ്രോബ്ലമാണിത്. ഫൈൻഡ് ദ വാല്യൂസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചു വയ്ക്കുക. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് അതർ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ടാൻ എക്സ് വന്നു ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇതൊരു വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് വന്നിട്ടുണ്ട്. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു -5/2 വന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ മനസ്സിലാക്കുക, നെഗറ്റീവ് നിങ്ങൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ, ലാസ്റ്റ് എടുത്താൽ മതി നെഗറ്റീവിൻ്റെ വാല്യൂ. പക്ഷെ എടുക്കാൻ മറക്കരുത്. വീണ്ടും നമ്മൾ ട്രയാങ്കിൾ വരച്ചു, എക്സ് മാർക്ക് ചെയ്തു, ഓപ്പോസിറ്റ് സൈഡ് മാർക്ക് ചെയ്തു. ഓക്കെ, ടാൻ എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ 5 ഇവിടെ മാർക്ക് ചെയ്തു, അഡ്ജസൻറ്റ് സൈഡ് ഇവിടെ പോയിട്ട് 12 മാർക്ക് ചെയ്തു. ഇത് നമുക്ക് അറിയില്ല. ഇത് കണ്ടുപിടിക്കേണ്ടത് ചെയ്ത് പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ ഈ സൈഡ് കണ്ടുപിടിച്ചു, 3 സൈഡ് കണ്ടു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, സൈൻ എക്സ് കണ്ടുപിടിക്കണം, അതേപോലെ കോസ് എക്സ് കണ്ടുപിടിക്കണം, ടാൻ എക്സ് കണ്ടുപിടിക്കണം, കൊസീക്ക് കണ്ടുപിടിക്കണം, സീക്ക് കണ്ടുപിടിക്കണം, കോട്ട് കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണ്. സൈൻ എക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 5/13 കിട്ടി. കോസ് എക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് നിങ്ങൾക്ക് 12/13 കിട്ടി. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് നിങ്ങൾക്ക് 5/12 കിട്ടി. ഓക്കെ, നെഗറ്റീവും പ്ലസും ഇപ്പോൾ നോക്കണ്ട, ലാസ്റ്റ് നോക്കിയാൽ മതി. ഇതേപോലെ കൊസീക്ക് എഴുതാം. കൊസീക്ക് എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ തലതിരിച്ച് എഴുതാം. സീക്ക് എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ തലതിരിച്ച് എഴുതാം. കോട്ട് എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ തലതിരിച്ച് എഴുതാം. ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസും മൈനസും കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എക്സ് ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ പോയി നോക്കണം, ഏതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരൊക്കെ പോസിറ്റീവ്, ASTC. ഇവിടെ സൈനും അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും മാത്രം പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, നേരെ പോയിട്ട് സൈനിന് പോസിറ്റീവ് ഇട്ട് കൊടുക്കാം, പിന്നെ കൊസീക്കിനും പോസിറ്റീവ് ഇട്ട് കൊടുക്കാം, ബാക്കി എല്ലാത്തിനും നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ പ്രോബ്ലം തെറ്റില്ല. ഈ സൈൻ മാർക്ക് ചെയ്ത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ. ഓക്കെ, ഇതേപോലെ ഇതൊക്കെ റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 765. ഓക്കെ, 765 എന്ന് പറയുന്ന സംഭവത്തിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞു. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും. ഓക്കെ, സൈൻ 765 എന്ന് വെച്ചാൽ. പക്ഷെ അങ്ങനെ അടിച്ചു കൊടുക്കുന്നത് രസമില്ലല്ലോ. അപ്പോൾ നമ്മൾ സൈൻ 765 ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ഇതിനെങ്ങനെ ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട്, നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ എവിടെയും,
ഓക്കെ, കാൽക്കുലേറ്റർ എടുത്തിട്ട് 360 മൾട്ടിപ്പിൾസ് ആക്കുക. ഓക്കെ, 360 മൾട്ടിപ്പിൾസ് ആക്കുക ഇതിന് 765. അപ്പോൾ ആദ്യം 360 അടിക്കുക കാൽക്കുലേറ്ററിൽ. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ 2 അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? കാൽക്കുലേറ്റർ എടുത്തിട്ട് 360 × 2 അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 720 കിട്ടും. ഓക്കെ, ഇപ്പോൾ നോക്കി ഏറെക്കുറെ നമ്മൾ ഇതിൻ്റെ അടുത്തെത്തി, 765 അടുത്തെത്തി. ഇതിൻ്റെ കാൽക്കുലേറ്റർ എടുത്തിട്ട് 765 മൈനസ് 720 അടിക്കാം. ഓക്കെ, 765 അതല്ല ക്വസ്റ്റ്യൻ. അതിൽ നിന്ന് 720 കുറച്ചു, ബാക്കി എന്തോരം കൂടി വേണമെന്നറിയാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി 45 കിട്ടി എനിക്ക്. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, 720 പ്ലസ് 45 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 765 കിട്ടും. അതായത് അതിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, ഇതിനെനിക്ക് 720 പ്ലസ് 45 എന്ന് എഴുതാൻ പറ്റും. ഈ 720 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 360 × 2 ആണ് അല്ലേ? 360 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 2π അല്ലേ? കംപ്ലീറ്റ് ആംഗിൾ അല്ലേ? അല്ലാന്ന് വെച്ചാൽ നമുക്ക് 2π എന്ന് എഴുതിയില്ലെങ്കിൽ ഒരു നിർബന്ധവും ഇല്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ 2π എന്ന് എഴുതിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതാം, 360 × 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു 360 മൾട്ടിപ്പിൾസ് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എഴുതിയത് നിങ്ങൾ നോക്ക്, sin 90 പ്ലസ് തീറ്റ എന്ന് എഴുതിയ പോലെ. ഓക്കെ, sin 90 പ്ലസ് തീറ്റ എന്ന് എഴുതിയ പോലെ ഇവിടെ sin 360 പ്ലസ് തീറ്റ ഉണ്ടോ? നിങ്ങൾ ഇതേപോലെ കൺസിഡർ ചെയ്യാം. ഇവിടെ 360 ആണെങ്കിൽ എന്ത് സംഭവിക്കും? sin 360 പ്ലസ് തീറ്റ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ചേഞ്ച് വരുമോ? സൈൻ ചേഞ്ച് ആവോ? ഇല്ല. നമുക്ക് ഡയറക്റ്റ്ലി സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുക. ഇവിടെ 360 × 2 360 × 5 എന്തുണ്ടെങ്കിലും ഇത് ഇതേപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, ആ ഒരു സെയിം സംഭവമാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ നിങ്ങൾക്ക് sin 360 × 2 + 45 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഡയറക്റ്റ്ലി sin 45 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഒരു കാര്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ കോഡ്രൻറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഓക്കെ, 360 × 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. 360 × 2 എന്ന് പറയുമ്പോൾ എവിടേക്ക് വരുന്നു? 360 × 2 എന്ന് പറയുമ്പോൾ ഇതില്ല, നിങ്ങൾ 360 ഇവിടെ നിന്ന് പ്ലസ്, അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വീണ്ടും എല്ലാവരും പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇതിൻ്റെ വാല്യൂ പ്ലസ് തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പ്ലസ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ sin 45 എന്ന് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റും. sin 45 വാല്യൂ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? sin 45 എന്ന് വെച്ചാൽ 1/√2. ഓക്കെ, നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പഠിക്കുക ആദ്യം, അപ്പോൾ ശരിയാവും. കുറച്ച് പ്രോബ്ലംസ് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ശരിയാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കട്ടോ. ഇത് സെയിം ആണ്. കൊസീക് -1410 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഒരു സംഭവം പഠിച്ചത്. ഇവിടെ ഒരു സംഭവം പഠിച്ചില്ലേ? സൈൻ ഓഫ് നെഗറ്റീവ് തീറ്റ, കോസ് ഓഫ് നെഗറ്റീവ് തീറ്റ, ടാൻ ഓഫ് നെഗറ്റീവ് തീറ്റ, കൊസീക് ഓഫ് നെഗറ്റീവ് തീറ്റ. നമ്മൾ പഠിച്ചിരുന്നു കൊസീക്കിനും സീക്കിനും മാത്രം ആ ഒരു കഴിവുള്ളൂ, ബാക്കി എല്ലാവർക്കും നെഗറ്റീവ് ഉള്ളിൽ വന്നാൽ എടുത്ത് പുറത്തേക്ക് ഇടും നമ്മൾ. ഇവിടെ കൊസീക് ഓഫ് -1410 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നെഗറ്റീവിന് എടുത്ത് ആദ്യം പുറത്തേക്ക് ഇടാം. അപ്പോൾ കൊസീക് -1410 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് കൊസീക് 1410 എന്ന് പറഞ്ഞിട്ട് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? നെഗറ്റീവ് കൊസീക്. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ നമ്മൾ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 1410 സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? 360 മൾട്ടിപ്പിൾ ആക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ 360 എടുത്ത് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. 360 × 2 720. അപ്പോഴും എടുത്തെത്തിയിട്ടില്ല. 360 × 3 ചെയ്യാൻ. അപ്പോൾ എനിക്ക് 1480 കിട്ടി. അപ്പോഴും എടുത്തെത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ 360 × 4 ചെയ്തു. 360 × 4 ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 1440 കിട്ടെ. ഓക്കെ, ഇതിപ്പോൾ ഏറെക്കുറെ ഇതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്, 1440. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ട് എന്ത് ചെയ്തു? 1410
അതായത് ഇപ്പം നമുക്ക് കിട്ടിയത് ഇതല്ല വലുത് 1440 1410 കുറച്ചു 1440 മൈനസ് 1410 കുറച്ചു. ഇത് കുറച്ചപ്പോൾ എനിക്ക് 30 ഡിഗ്രി കിട്ടി. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ് എനിക്ക് ഈ 1410 എങ്ങനെ എഴുതാൻ പറ്റും? 360 × 4 മൈനസ് 30 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എഴുതിയാലൊരു ഉപകാരം നമുക്കിതിനെ മാറ്റാൻ പറ്റും. അതായത് ഈ കൊസിക് 360 × 4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചു ഇവിടെ? നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇതുപോലെ തന്നെ എഴുതി. കൊസീക് 1410 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 360 × 4 മൈനസ് 30 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് എന്താ എഴുതണ്ടേ? നമുക്കറിയാം ഇവിടെ 360യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, ഓക്കെ, 360യുടെ എന്ത് മൾട്ടിപ്പിളും ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് പറയാൻ പറ്റും? ഇത് ചേഞ്ച് ആവില്ല. കൊസീക്ക് ആണെങ്കിൽ കൊസീക്ക് ആയിരിക്കും, സൈൻ ആണെങ്കിൽ സൈൻ ആയിരിക്കും, ചേഞ്ച് വരില്ല. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്കിതിനെ മൈനസ് കൊസീക്ക് എന്തെഴുതാൻ പറ്റും? 30 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നെഗറ്റീവ് കൊസീക്ക് 30 എന്ന് എഴുതാൻ പറ്റും. പക്ഷേ ഇങ്ങനെ മാത്രം എഴുതിയാൽ പോരാ, സൈൻ നോക്കണം. ഇത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിന് ജസ്റ്റ് ചെറുതായിട്ടൊരു ക്വാഡ്രന്റ് വരച്ച് നോക്കുക. ASTC. ഓക്കെ, 360 × 4, ഓക്കെ, മൈനസ് 30 ആണ് കൊണ്ടുള്ളത്. 360 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും. 360യുടെ എത്ര മൾട്ടിപ്പിൾസ് വന്നാലും അത് ഇവിടെ തന്നെ വരിക. ഓക്കെ, 360 × 10 വന്നാലും അത് ഇവിടെ തന്നെയാണ് നിൽക്കുന്നുണ്ടാവുക. അത് മനസ്സിലാക്കാം. ഇവിടെ നിന്ന് മൈനസ് ആണ് പറഞ്ഞിട്ടുള്ളത്. മൈനസ് എന്ന് വെച്ചാൽ താഴത്തേക്ക് പോകും, പ്ലസ് എന്ന് വെച്ചാൽ മേലേക്ക് പോകും, താഴത്തേക്ക് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഈ ഒരു ക്വാഡ്രന്റിൻ്റെ അകത്ത് ആരാ വരിക? ഇവിടെ ആരൊക്കെ പോസിറ്റീവ്? ഇവിടെ കോസും അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്കുമാണ് പോസിറ്റീവ്. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യനിൽ കൊസീക്കാണ്. ഓക്കെ, ഇവിടെ കൊസീക്ക് അപ്പം എന്ത് വരും? നെഗറ്റീവ് വരും. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? ഈ നെഗറ്റീവും കളഞ്ഞിട്ട് ഇതിനെ നമുക്ക് കൊസീക്ക് 30 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു സംഭവം. ഇത് പഠിച്ചു വയ്ക്കാം. ഈ കൊസീക്ക് 30യുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? കൊസീക്ക് 30യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സീക്ക് കണ്ടാൽ മതി. സീക്ക് 30യുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ കൊസീക്ക് 30യുടെ വാല്യൂ എന്തായിരിക്കും? കൊസീക്ക് അല്ല, സീക്ക് 30 അല്ല,
സൈൻ അല്ല വരാം, സൈൻ തേർട്ടിയുടെ വാല്യൂ 1/2 വരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. അപ്പോൾ കൊസീക്ക് തേർട്ടിയുടെ വാല്യൂ നിങ്ങൾക്ക് 2 കിട്ടും. ഓക്കെ, ഇതുപോലെ ഓക്കെ ഇത് നോക്കാം. ഇതൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, ആൻസർ കിട്ടുക, വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്, വേറെ ലോജിക്കൊന്നും പഠിക്കാനില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പ്രൂവ് ദാറ്റ് ചോദിക്കും. പ്രൂവ് ദാറ്റ് sin x plus y divided by sin x minus y is equal to tan x plus y divided by tan x minus y. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താ sin x plus y യുടെ ഇക്വേഷൻ നമുക്ക് അറിയാം. sin of x plus y യുടെ ഇക്വേഷൻ എന്താ? sin x cos y plus cos x sin y, അത്രേ ഉള്ളൂ. ഇതേപോലെ sin x minus y യുടെ ഇക്വേഷൻ, sin x minus y യുടെ ഇക്വേഷൻ sin x cos y minus cos x sin y. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിനാണ് ഇവിടെ പോയിട്ട് ഇക്വേഷൻ പഠിക്കാം. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ. sin x plus y യുടെ ഇക്വേഷൻ sin x minus y യുടെ ഇക്വേഷൻ ജസ്റ്റ് അത് നമ്മൾ കൊണ്ട് അപ്ലൈ ചെയ്തോളൂ. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത് ടാൻ ആണ്. ഓക്കെ, നമുക്ക് ടാൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ടാൻ ആക്കണം, ഇവിടെയും ടാൻ ആക്കണം, ഇവിടെയും ടാൻ ആക്കണം, ഇവിടെയും ടാൻ ആക്കണം. ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഓൾറെഡി ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെയും പ്ലസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. നമുക്ക് ഈ ഒരു ടൈമിനെ ടാൻ ആക്കണം, ഈ ഒരു ടൈമിനും ടാൻ ആക്കണം, ഈ ഒരു ടൈമിനും ടാൻ ആക്കണം, ഈ ഒരു ടൈമിനും ടാൻ ആക്കണം. ഏറ്റവും എളുപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ? നമുക്ക് ഇതിനെ ടാൻ ആക്കണമെങ്കിൽ ഒരു കോസ് എക്സ് കോസ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ഡിവൈഡ് ചെയ്ത് നോക്കാം രണ്ട് സൈഡിലും. ഓക്കെ, മേലെയും താഴെയും കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെയും ഡിവൈഡ് ചെയ്തു, ഇവിടെയും ഡിവൈഡ് ചെയ്തു, ഇവിടെയും ഡിവൈഡ് ചെയ്തു, ഇവിടെയും ഡിവൈഡ് ചെയ്തു. എല്ലായിടത്തും ഡിവൈഡ് ചെയ്ത ഇക്വേഷന് ഒരു മാറ്റവും പറ്റില്ല. ഞാൻ കോസ് എക്സ് കോസ് വൈ എന്ന് പറയുന്ന ടേം കൊണ്ട് എല്ലായിടത്തും ഡിവൈഡ് ചെയ്തു, ഇവിടെയും ഡിവൈഡ് ചെയ്തു, ഇവിടെയും ഡിവൈഡ് ചെയ്തു, ഇവിടെയും ഡിവൈഡ് ചെയ്തു, ഇവിടെയും ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ എക്സ് കോസ് വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് കോസ് വൈ കിട്ടി. അതേപോലെ ഇവിടെയും കോസ് എക്സ് കോസ് വൈ വന്നു, ഇവിടെയും കോസ് എക്സ് കോസ് വൈ വന്നു, ഇവിടെയും കോസ് എക്സ് കോസ് വൈ വന്നു. ഇതെന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഇവിടെ നിന്ന് ഈ കോസ് വൈയും ഈ കോസ് വൈയും കട്ട് ചെയ്ത് പോയി. ഓക്കെ, അതേപോലെ ഇവിടെ നിന്നും കോസ് എക്സും കട്ട് ചെയ്ത് പോയി, ഇവിടെ നിന്ന് കോസ് വൈയും കട്ട് ചെയ്ത് പോയി, ഇവിടെ നിന്ന് കോസ് എക്സും കട്ട് ചെയ്ത് പോയി. ബാക്കി നമുക്കിവിടെ കിട്ടുക സൈൻ ഡിവൈഡ് ബൈ കോസ്. നമുക്ക് എന്ത് കിട്ടി? ടാൻ എക്സ് കിട്ടി. കണ്ടോ, നമുക്ക് ഇവിടുത്തെ ടാൻ കിട്ടി. ഇതേപോലെ ഇവിടെ നിന്ന് ഇതും കട്ട് ചെയ്ത് പോയി, ബാക്കി സൈൻ വൈ ബൈ കോസ് വൈ, നമുക്കിവിടെ ടാൻ വൈ കിട്ടി. കണ്ടോ, ഇത് കിട്ടി. അതേപോലെ ഇപ്പോഴത്തെ ഡിനോമിനേറ്ററിൽ ഇതേപോലെ തന്നെ സംഭവിച്ചു. സൈൻ ബൈ കോസ് നമുക്ക് ടാൻ കിട്ടി, ഇവിടുത്തെ ടാൻ കിട്ടി. ഇതേപോലെ ടാൻ സൈൻ എക്സ് സൈൻ വൈ ബൈ കോസ് വൈ നമുക്ക് ടാൻ വൈ കിട്ടി. നമ്മളിത് ഇവിടെ ടാൻ വൈ കിട്ടി. സോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എടുത്ത ഇക്വേഷനാണ് ഈ ഒരു സംഭവം കോസ് എക്സ് കോസ് വൈ. നിങ്ങൾക്കിത് ആ ഒരു ലോജിക്ക് കത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ ഡിവൈഡ് ചെയ്യണം എന്ന്. ഓക്കെ, ഇത് പക്ഷേ നിങ്ങൾ ഈ പ്രോബ്ലം പഠിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആണ് ഈ ക്വസ്റ്റൻ ഒക്കെ. സോ ഇത് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് കത്തും. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 2. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇത് ചെയ്യാം. സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് എന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിലേക്ക് എത്തിക്കണം. പ്രൂവ് ദാറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ സൈൻ എക്സിനെ നമുക്ക് മാറ്റണം. ഓക്കെ, സൈൻ എക്സിനെ എങ്ങനെ മാറ്റിയിട്ട് നമുക്ക് ഇങ്ങോട്ടാക്കാൻ പറ്റും? ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. ഇത് പഠിക്കാനങ്ങനെ പ്രത്യേകിച്ചൊരു മെത്തേഡ് ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ എന്താ പറയുക, അങ്ങനെ ഒരു ലോജിക്കലി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾക്ക് എത്തണം അത് എന്ത് ചെയ്യണം. ഇത് ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് കത്തുള്ളൂ. അല്ലാണ്ട് ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ എത്തും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. നിങ്ങളിങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടില്ല, അപ്പോൾ വേറൊരു ടൈപ്പിൽ ചെയ്ത് നോക്കും, അപ്പോഴും കിട്ടില്ല. ഇപ്പോൾ വേറൊരു ടൈപ്പിൽ ചെയ്യുമ്പോഴാണ് കിട്ടുക. ബെറ്റർ ഈ ഒരു സംഭവം ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് സെയിം മോഡൽസ് ഇതേപോലെ കാണാണ്ട് പഠിച്ചു വയ്ക്കുക എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇതിന് വേറെ മെത്തേഡ് ഇല്ല. ഓക്കെ, ഇത് മാത്രം ഇതിൽ ഇങ്ങനെ ആ ഒരു ലോജിക്ക് വെച്ച് പഠിക്കണം നിങ്ങൾ. ഓക്കെ, സോ ഈ സൈൻ എക്സിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ സൈൻ എക്സിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി കേട്ടോ. നമുക്ക് സൈൻ 2x വാല്യൂ അറിയാം. സൈൻ 2x എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഓക്കെ, അതേപോലെ സൈൻ എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എന്തായിരിക്കും? ഇവിടെ 2x അല്ലായിരുന്നു, ഇവിടെ 2x ആയപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ആ വന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ എക്സ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ പകുതി വരിക, x/2. ഓക്കെ, ഇവിടെ 2 sin x വന്നു, ഇവിടെ 2x ആയപ്പോൾ ഇവിടെ എക്സ് ആയിരുന്നു, അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ അതിൻ്റെയും പകുതിയാണ് വരിക, x/2. ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ sin x-ന് പകരം നമ്മൾ 2 sin x / 2 cos x / 2 എന്നിട്ട് എഴുതി. ഇതേപോലെ 1 + cos x-നെ മാറ്റണം. ഇത് എന്ത് മാറ്റണം എന്നുള്ളതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. cos 2θ കുറേ ഇക്വേഷൻസ് ഉണ്ട് ഇവിടെ, കണ്ടോ ഇവിടെ cos 2θ കുറേ ഇക്വേഷൻസ് ഉണ്ട്. പക്ഷെ ഇതിലത്തെ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്, കണ്ടോ. cos 2θ നമ്മളിവിടെ 1 - 2 sin square θ എന്ന് പറഞ്ഞ ഇക്വേഷനാണ് എടുക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അല്ല, അടുത്ത ഇക്വേഷൻ എടുത്തേ. cos 2θ പകരം നമ്മൾ 2 cos square θ എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്തു. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് അതിനെ മാറ്റി നമുക്കിവിടെ cos 2 ഇല്ലല്ലോ, cos x അല്ലേ ഉള്ളൂ. സോ നമ്മൾ cos θ, ഓക്കെ, cos 2θ ഇക്വേഷൻ നമുക്ക് അറിയാം 2 cos square θ - 1 ആണെന്ന്. പക്ഷേ cos θ ഇക്വേഷൻ അപ്പോൾ എന്തായിരിക്കും? ഈ തീറ്റ ഉള്ളിടത്തൊക്കെ /2 ഉണ്ടായിരിക്കും. ഓക്കെ, കണ്ടോ, ഈ തീറ്റ ഉള്ളിടത്ത് /2 വന്നു. അപ്പോൾ cos θ ഇക്വേഷൻ 2 cos square θ /2 - 1 ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 + cos x-ൻ്റെ ഇക്വേഷനാണ്. 1 + cos θ എന്തായിരിക്കും? ഈ 1-നെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഈ 1-നെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ 1 + cos θ = 2 cos square θ /2 എന്ന് കിട്ടി. ജസ്റ്റ് ഇത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇത്രയേ ഉള്ളൂ, നമുക്ക് നേരെ ആൻസർ കിട്ടും. ഇത് എന്ത് എടുക്കണം എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, കണ്ടോ, നമ്മളിവിടെ 2 sin x / 2 cos x /2 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ ഇതും ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നേരെ കട്ട് ചെയ്ത് പോയി. ഇവിടെ 2ഉം 2ഉം കട്ട് ചെയ്ത് പോയി, cos square x/2 ഇവിടുത്തെ ഒരു cos x/2 കട്ട് ചെയ്ത് പോയി. അപ്പോൾ നിങ്ങൾക്ക് sin x / 2 cos x /2 sin ബൈ കോസിൻ്റെ വാല്യൂ tan. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി tan x /2 എന്നുകൊണ്ട് കിട്ടി. ഓക്കെ, ഇതിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റും. വേറെ അധികം ലോജിക്കലി ചിന്തിക്കാനൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഇത് വളരെ റെയറാണ് കേട്ടോ, പക്ഷെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ എന്തായാലും പഠിച്ചു വയ്ക്കാം. ഇത് sin x, അതായത് sin x - sin y ഡിവൈഡഡ് ബൈ cos x + cos y = tan x. ഓക്കെ, നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ അറിയാം, കണ്ടോ. sin x + sin y ഇക്വേഷൻ അറിയാം, cos x + cos y ഇക്വേഷൻ അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന് ആൻസർ കിട്ടും, അതൊന്നും ചെയ്യാനില്ല. കണ്ടോ, sin x + sin y എന്ന് വെച്ചാൽ 2 sin x / 2 cos x - /2. നേരെ അതുകൊണ്ട് അപ്ലൈ ചെയ്തു നമ്മളിവിടെ sin x - sin y എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇതിലെടുക്കണ്ട, യെസ്, ഇതാണ് എടുക്കേണ്ടത്. sin x - sin y എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 cos x + y /2, കണ്ടോ, 5x + 3x /2, അതായത് എന്താണ് 8x /2. നിങ്ങൾക്ക് എന്ത് കിട്ടി? cos 4x കിട്ടി. ഇതേപോലെ sin x - y/2, അതായത് 5x - 3x, നിങ്ങൾക്ക് എന്ത് കിട്ടി? 2x/2 നിങ്ങൾക്ക് x കിട്ടും. 2x/2 എന്ന് വെച്ചാൽ x അല്ല വരാം, sin x കിട്ടി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, വേറെ ഒന്നുമില്ല. ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് പോയി, നിങ്ങൾക്ക് cos 4xഉം cos 4xഉം കട്ട് ചെയ്ത് പോയി sin x/cos x നിങ്ങൾക്ക് ഡയറക്റ്റ്ലി tan x കിട്ടി. ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, വേറെ ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് ലോജിക്കൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റഡ് ആണ്, അതുകൊണ്ട് നമുക്ക് വീണ്ടും ഈ ക്വസ്റ്റ്യൻ തന്നെ ഇട്ടാൻ പറ്റുള്ളത്. ഇത് ഒരു വട്ടം ചെയ്ത് പഠിക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രോബ്ലംസ് വേണമെങ്കിൽ എക്സ്ട്രാ ചെയ്യാം. ആദ്യം ഇത് ചെയ്ത് പഠിക്കുക കേട്ടോ. പിന്നെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 75 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ 75 ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, sin 75 ചെയ്യാൻ പറഞ്ഞു. ഇതുകൊണ്ട് നിങ്ങളടുത്ത് പറയും ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 75 എങ്ങനെ മാറ്റാൻ പറ്റും? 75 നമുക്ക് 45 + 13 എഴുതാൻ പറ്റും.
ഓക്കെ 45 പ്ലസ് 13 എഴുതാൻ പറ്റും. നമുക്കിതിനെ 90-ൽ എഴുതാൻ പറ്റില്ല. 90-ലൊക്കെ എഴുതിയാൽ നമുക്ക് അറിയില്ല ബാക്കി ആംഗിൾ എന്താ വരികയാണ്. 15-ഒക്കെ നമുക്ക് അറിയില്ലല്ലോ. അതായത് 90 - 75 ചെയ്ത് നിങ്ങൾക്ക് 15 കിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് 15, അതായത് സൈൻ 15-ൻ്റെ വാല്യൂ അറിയില്ല, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ആകെ എഴുതാൻ പറ്റുന്ന വാല്യൂ 45-ഉം 30-ആണ്. സൈൻ 45 പ്ലസ് 13 എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പണ്ട് ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല. അതായത് സൈൻ നമ്മളിങ്ങനെ എഴുതാറില്ലേ 90 - തീറ്റ 90 പ്ലസ് തീറ്റ, ആ ഒരു ഫോർമുലയോടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ 90-യും വരുന്നില്ല 180-യും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിനെ ട്രിഗ്നോമെട്രി ഇക്വേഷൻ വയ്ക്കാം. അതായത് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ എന്താ? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ കിട്ടി. അപ്പോൾ സൈൻ 45-ൻ്റെ വാല്യൂ നമുക്കറിയാം, കോസ് 30-ൻ്റെ വാല്യൂ നമുക്കറിയാം, കോസ് 45-ൻ്റെ വാല്യൂ നമുക്കറിയാം, സൈൻ 30-ൻ്റെ വാല്യൂ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇതും കാണാണ്ട് പഠിക്കേണ്ടത് ആവശ്യമില്ല. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ സൈൻ 45 അടിച്ചാൽ 1/√2 കിട്ടും, കോസ് 30 അടിച്ചാൽ √3/2 കിട്ടും, കോസ് 45 കാൽക്കുലേറ്റർ അടിച്ചാൽ ഇത് കിട്ടും, സൈൻ 30 കാൽക്കുലേറ്റർ അടിച്ചാൽ 1/2 കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ എഴുതി കൊടുക്കാം. ഇതേപോലെ ഈ ഒരു 2 ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നോക്കി വയ്ക്കാം. ഇതും റിപ്പീറ്റഡ് ആണ്. ഇത് റിപ്പീറ്റഡ് അല്ല, പക്ഷേ എനിക്ക് നിങ്ങളുടെ ടീച്ചർ തന്ന ക്വസ്റ്റ്യൻ ആണ്. ആരോ രഞ്ജിനി പറഞ്ഞതാണ് ഈ ക്വസ്റ്റ്യൻ, ടീച്ചർ തന്നു പറഞ്ഞിട്ട്. സോ ഈ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. tan 3x tan 2x tan x is equal to tan 3x minus tan 2x minus tan x എന്ന് പറഞ്ഞു. ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യാൻ പറ്റുക? നമുക്കറിയാം ഇതിങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. ഇതിന് വേറെ മെത്തേഡൊന്നുമില്ല. ഇത് ഇങ്ങനെയാണ് ചെയ്യുക. അല്ലാണ്ട് എങ്ങനെ വന്നൊക്കെ ചോദിച്ചാൽ അതൊരു ലോജിക്കാണ്. ഓക്കെ, നമുക്കറിയാം 3x is equal to 2x plus x ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ tan 3x-ന് പകരം tan 3x-ന് പകരം ഞാൻ tan 2x plus x എടുത്തു. ഓക്കെ, tan 3x is equal to tan 2x plus x എന്നിട്ട് എടുത്തു. ഇനി എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? ഞാൻ tan 3x is equal to ഈ tan 2x plus x-ന് പകരം ഞാൻ എന്ത് ചെയ്തു? ഇക്വേഷൻ അപ്ലൈ ചെയ്തു. tan x plus y എന്നൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്തു. അതായത് tan x plus tan y divided by 1 minus tan x tan y. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. ജസ്റ്റ് ഇക്വേഷനോട് അപ്ലൈ ചെയ്തു. അതായത് tan 2x plus tan x divided by 1 minus tan 2x into x. ഡയറക്റ്റ്ലി ഇക്വേഷൻ അപ്ലൈ ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സംഭവത്തിനെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ tan 3x into 1 minus tan 2x into tan x എന്ന് കിട്ടി. ഇസ് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് എടുക്കുന്ന ഈ ഒരു ടൈം അതോടെ ഉണ്ട്, tan 2x plus tan x എന്നുകൊണ്ട് കിട്ടി. ഇനി എന്ത് ചെയ്തു? ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും. അപ്പോൾ tan 3x ഇങ്ങോട്ട് വന്നു. tan 3x into 1 tan 3x മൈനസ് tan 3x tan 2x into tan x ഇസ് ഈക്വൽ ടു tan 2x plus tan x. നേരെ ആൻസർ കിട്ടി നമുക്ക്. ഇനി ഒന്നുമില്ല, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തു. ഞാൻ ഈ പറഞ്ഞ ടൈമിന് മൊത്തത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് എടുത്തു, അപ്പുറത്തുള്ള ടൈമിന് മൊത്തം ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? tan 3x tan 2x tan x ഇസ് ഈക്വൽ ടു tan 3x മൈനസ് tan 2x മൈനസ് tan x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. കണ്ടോ, നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ കിട്ടി ഇവിടുന്ന്. നമുക്ക് ഇത് ഇങ്ങനെ തന്നെ പഠിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കൂല ഇതിൻ്റെ അകത്തുനിന്ന്. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കാം എന്തായാലും. നിങ്ങൾക്ക് cos 4x cos 3x cos 2x ഡിവൈഡഡ് ബൈ sin 4x sin 3x sin 2x ഇസ് ഈക്വൽ ടു cot 3x. ഇതും പ്രൂവ്. ഇത് കുറേ വട്ടം റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഇത് പ്രൂവ് ചെയ്യാൻ വന്നു. എന്താ ചെയ്യാൻ പറ്റുക? ഇത് ചെയ്യണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ലോജിക്ക്, നിങ്ങൾക്ക് 3 എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് cos x പ്ലസ് cos y ഇക്വേഷൻ അറിയാം, sin x പ്ലസ് sin y ഇക്വേഷൻ അറിയാം. ഇതിൻ്റെ അകത്ത് ഏത് 2 എണ്ണം എടുത്ത് ചെയ്യണം എന്നുള്ളതിലാണ് കൺഫ്യൂഷൻ. നിങ്ങൾക്ക് cos 4x പ്ലസ് cos 3x എടുക്കാം, അല്ലെങ്കിൽ cos 3x പ്ലസ് cos 2x എടുക്കാം. ആദ്യം ഏത് 2 എണ്ണം എടുക്കുന്നു എന്നതിലാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇത് ട്രയൽ ആൻഡ് എററാണ്. നമ്മൾ ചെയ്ത് നമുക്ക് ഒരെണ്ണം ആൻസർ കിട്ടി. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് cos 4x-ഉം cos 2x എടുക്കാം. ഏറ്റവും വലുതും ഏറ്റവും ചെറുതും. അതായത് ഈ 4x ആണെങ്കിൽ ഏറ്റവും വലുത്, ഈ 2x ആണെങ്കിൽ ഏറ്റവും ചെറുത്. അത് എടുക്കാനുള്ള റീസൺ നമുക്കിവിടെ കണ്ടോ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 എന്നൊരു സംഭവം വരും. അപ്പം ഞാൻ 4x പ്ലസ് 2x ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 6x ഡിവൈഡഡ് ബൈ 2.
അതായത് എനിക്ക് 3x കിട്ടും. പക്ഷേ ഞാൻ cos 4x അതേപോലെ അല്ല, ഓക്കെ, ഞാൻ 4xും 3xും ആണ് എടുത്തതെന്ന് ആലോചിക്കുക. ഓക്കെ, ജസ്റ്റ് ആലോചിക്കുക, ഈ 4xനും 3xും ആണ് എടുത്തതെന്ന് വയ്ക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? 4x + 3x / 2 നിങ്ങൾക്ക് എന്ത് കിട്ടും? 7x / 2 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് പ്രോപ്പറായിട്ടൊരു വാല്യൂ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ കണ്ടോ, വി നീഡ് ടു ടേക്ക് ആൻ ഈവൺ നമ്പർ. എപ്പോഴും ഒരു ഈവൺ നമ്പർ കിട്ടണം. അപ്പോൾ അങ്ങനെ എടുക്കുക. നിങ്ങൾക്ക് 4xും 2xും എടുക്കുമ്പോൾ ഒരു ഈവൺ നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൻ പോവാണ്. ഓക്കെ, cos 4xും 2xും ഒരുമിച്ച് എഴുതി കണ്ടോ. അതേപോലെ sin 4xും sin 2xും ഒരുമിച്ച് എഴുതി. ഈ 3xനെ മാറ്റിയിട്ട് അപ്പുറത്തേക്ക് എഴുതി. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതി, വേറെ ഒന്നും ചെയ്തിട്ടില്ല ഈ ക്വസ്റ്റിനെ. ഓക്കെ, ഈ ക്വസ്റ്റിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഈ 4ഉം 2ഉം എഴുതി, 3xനെ മാറ്റി എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. cos x + y എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. cos x + y എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 cos x + y / 2 cos x - y / 2. അതാണ് ഇവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്തു. 2 cos x + y / 2, അതായത് 4x + 2x / 2. അതേപോലെ cos 4x - 2x / 2 പ്ലസ് cos 3x. ഓക്കെ, cos 3x ബാക്കിയുള്ളത് അവർക്ക് എടുക്കുന്നുണ്ട്. ഇതേപോലെ ഡിനോമിനേറ്ററിൽ നോക്കിക്കോട്ടെ, sin 4xും sin 2xും, ഇവിടെ sin 4xും ഇവിടെ sin 2xും, അതായത് 2 sin x + y / 2, അതായത് 2 sin 4x + 2x / 2 cos 4x - 2x / 2 കിട്ടി. പിന്നെ ബാക്കി ഇവിടെ ഒരു 2x ഉണ്ട്. 2x അല്ല, 3x. ഓക്കെ, ഇവിടെ 3x ആണ്, ഈ 3x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4x + 2x നിങ്ങൾക്ക് 6x കിട്ടും. 6x / 2 നിങ്ങൾക്ക് 3x കിട്ടും. ഇതേപോലെ തന്നെ താഴത്തും നിങ്ങൾക്ക് 3x കിട്ടും. ഇവിടെ 4 - 2 നിങ്ങൾക്ക് 2x കിട്ടും. 2x / 2 നിങ്ങൾക്ക് x കിട്ടും. ഓക്കെ അല്ലേ? 2x / 2 നിങ്ങൾക്ക് x അല്ലേ കിട്ടുക. അതാണ് ഇവിടെ cos x കിട്ടിയത്. ഇവിടെയും cos x കിട്ടി. ജസ്റ്റ് നോക്ക്, ഇതിൻ്റെ അകത്തുനിന്ന് ഇവിടെ cos 3x കോമൺ ആണ്, ഇവിടെയും cos 3x കോമൺ ആണ്. ഇവിടെ sin 3x കോമൺ ആണ്, ഇവിടെയും sin 3x കോമൺ ആണ്. ഞാൻ അത് രണ്ടിനെ പുറത്തേക്ക് എടുത്തു. ഇവിടുന്ന് cos 3x പുറത്തേക്ക് എടുത്തു, താഴത്തുനിന്ന് sin 3x പുറത്തെടുത്തു. ഇവിടെ ബാക്കി ആരൊക്കെ ഉള്ളത്? 2ഉം ഒരു cos 3x ഉണ്ട്. ഇല്ല, cos 3x അല്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ 1 അല്ലേ ഉള്ളൂ ബാക്കി. അപ്പോൾ cos 2x + 1 കിട്ടി. ഇവിടെ 2 cos x + 1 കിട്ടി. ജസ്റ്റ് ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. നമുക്ക് ബാക്കി കിട്ടുക cos 3x / sin 3x കിട്ടും. അതായത് cos / sin നമുക്ക് എന്താണ് അറിയാം? കോട്ടാണെന്ന് അറിയാം. ഇവിടെ 3x ഉള്ളതുകൊണ്ട് ഇവിടെ 3x എഴുതി. എന്താണ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ഇതിൽ ഫോക്കസ് ചെയ്യാൻ എന്തൊക്കെയോ മാറ്റിയില്ലേ? ഫോക്കസ് ചെയ്യുന്ന ഇതിൻ്റെ അവസാനം ഒരു ഏരിയ പഠിച്ചിരുന്നില്ല നമ്മളൊരു n/2 എന്നൊക്കെ പറഞ്ഞിട്ട്, ഓർമ്മയില്ലേ? ആ ഒരു ഏരിയ റിമൂവ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അതായത് ഈ ചാപ്റ്ററിൽ 2 പോർഷൻ ഉണ്ട്. ഫസ്റ്റത്തെ പോർഷൻ ഉണ്ട്, ലാസ്റ്റത്തെ പോർഷൻ ഇല്ല. സോ ഇത് നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ റിപ്പീറ്റഡ് ആയ ക്വസ്റ്റ്യൻസാണ് കുറേ കൊല്ലം. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക ആദ്യം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് ഈ PDF ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ പഠിക്കാം. നാളെ പഠിച്ചാൽ അത് മറന്നു പോകും, ഉറപ്പാണ്. നാളെ പഠിച്ചത് മറന്നു പോകും. ഇന്നിരുന്നിട്ട് ജസ്റ്റ് ഈക്വേഷൻസ് ഒക്കെ പഠിക്കുകയല്ല, ഒരു പേപ്പറിൽ എഴുതാം, ഒറ്റ എഴുതുക ഈക്വേഷൻസ് ഒക്കെ. ഓക്കെ, ഇതൊന്നും എഴുതണ്ട. ഇത് നിങ്ങൾ 2-3 ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഇക്വേഷൻസ് എഴുതി നോക്കുക, അതേപോലെ ഈ ഇക്വേഷൻസ് എഴുതി നോക്കുക. പിന്നെ ഈ ഒരു സംഭവം പഠിക്കാം. ഈ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പഠിക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതിലോട്ട് എഴുതി നോക്കി ബാക്കി കാൽക്കുലേറ്ററിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്ററിൽ ഇപ്പോൾ cos 30 അടിച്ചു കൊടുത്താൽ കിട്ടും, അല്ലെങ്കിൽ cos 5/6 അടിച്ചു കൊടുത്താൽ കിട്ടും. ഓക്കെ, അത് കാണാണ്ട് പഠിക്കണം ഒരു നിർബന്ധമില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഇക്വേഷൻസ് ഇതും നിങ്ങൾ ഒരു വട്ടം എഴുതി നോക്കാം. ഓക്കെ, ഞാൻ കാണാണ്ട് പഠിക്കാൻ ഇപ്പോഴും പറയുന്നില്ല. നിങ്ങൾ ആദ്യം ഒരു വട്ടം എഴുതി നോക്കാം. എന്നിട്ട് ആ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു ബിറ്റ് ഇരിക്കുന്ന പോലെ ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആ ബിറ്റ് വെച്ചിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യാം. സോ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷൻസ് തനിയെ പഠിക്കും. ഓക്കെ, ഞാൻ
കാണാണ്ട് പഠിക്കാൻ പറയല്ല. ഈ പ്രോബ്ലം ചെയ്യുന്ന ഇക്വേഷൻ തനിയെ പഠിക്കും. നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പോയാൽ നിങ്ങൾ പഠിക്കില്ല. ആദ്യം ഈ ഇക്വേഷൻസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പേപ്പറിൽ എഴുതിയിട്ട് കയ്യിൽ വയ്ക്കാം, റെഫറൻസ് പോലെ. എന്നിട്ട് ആ ഇക്വേഷൻസ് റെഫർ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാം. എന്നിട്ട് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ തനിയെ ഇക്വേഷൻസ് പഠിച്ചുകൊണ്ടിരിക്കും. അല്ലാണ്ട് ഇക്വേഷൻസ് ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ ചാപ്റ്റർ പഠിക്കുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾ ഇക്കൊല്ലം പഠിക്കില്ല. അതുകൊണ്ടാണ് പറയാം, ഇക്വേഷൻസ് എഴുതി വയ്ക്കുക, അത് റെഫർ ചെയ്തിട്ട് ഈ ഇക്വേഷൻസ് ഈ പ്രോബ്ലംസ് ട്രൈ ചെയ്ത് നോക്കാം. ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് തീർന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ വേറെ ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, ഇത് ഇന്ന് തന്നെ ട്രൈ ചെയ്യട്ടോ, ഒരിക്കലും നാളേക്ക് വെക്കരുത്. ഇത് ട്രിഗ്നോമെട്രി ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, മറന്നു പോകുന്നത്. പിന്നെ ഇന്നെടുത്ത വീഡിയോ ഞാൻ എന്തായാലും യൂട്യൂബിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഡെയിലി വല്ല സംശയം തോന്നുകയാണെങ്കിൽ പ്രോബ്ലംസ് അതിന് റെഫർ ചെയ്തോ. ഓക്കെ.